അല്ലെങ്കിലും ഈ കാലത്തിരി മോശമാണ്, അല്ലെങ്കിൽ എൻ്റെ സമയം ശരിയല്ല എന്ന് ആവർത്തിച്ച് പറയുന്ന മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു മനുഷ്യന് താങ്ങാനാവാത്തതിൽ കൂടുതൽ ഭാരമൊന്നും പടച്ചോൻ ആ ഒരു വ്യക്തിക്ക് കൊടുക്കൂല എന്നാണല്ലോ പറയാറ്. പക്ഷേ ചില സമയത്ത് നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് തളർന്നു പോകും. എൻ്റെ ഉമ്മ എപ്പോഴും പറയും, അതേ പടച്ചോൻ നമുക്ക് വലിയ വലിയ പരീക്ഷണങ്ങൾ തരാത്തോണ്ട് തോന്നുന്നതാണെന്നുള്ളത്. അപ്പൂസിനെ ഇന്നൊന്ന് പനിച്ചുട്ടോ. ഞങ്ങൾ വണ്ടൂർ പീഡിയാട്രീഷ്യനെ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇന്നില്ലായിരുന്നു കേട്ടോ. നേരെ നിലമ്പൂർക്ക് പോയി. അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയൊരു ബ്ലോക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നല്ല ചൂടും ദാഹവും ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടയേർഡായിരുന്നു. വീട്ടിലെത്തിയപ്പോഴേ ഇക്കുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഉപ്പ ഒരു നാടൻ കോഴിനെയൊക്കെ അറുത്തിട്ടുണ്ട് കേട്ടോ. ഉമ്മ അതിലേക്കുള്ള നാളികേരൊക്കെ ചിരവുന്ന തിരക്കിലാണ്. അപ്പൂസിനെ കാണാൻ വേണ്ടി അതിന് വന്നപ്പോൾ അവന് ബൈക്കിൽ കയറിയിട്ട് ഒരു റൗണ്ട് പോകും. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ബാങ്ക് കൊടുക്കാനും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നേ സ്നാക്സ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പറയാറില്ല ഇവിടെ നോമ്പ് അത്ര ഗ്രാൻഡായിട്ടൊന്നും നോമ്പ് തുറവ് ഉണ്ടാവുമൊന്നുമില്ല, ഒരു ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സമൂസ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നാടൻ കോഴിക്കറി നെയ്ച്ചോറാണ് ഉണ്ടായിരുന്നത്. ജൂജും തുറക്കാനുണ്ടായിരുന്നു. അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിന് വന്നപ്പോൾ അപ്പൂസ് വീണ്ടും ബൈക്കിൽ കയറിയിട്ടുണ്ട്. വീണ്ടും ഒരു റൗണ്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾ അകത്ത് കയറിയത്. ആ ഒരു ടൈമിൽ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അപ്പൂസിന് ഫുഡും കൊടുത്ത് ഇനി അവനെ ഉറക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വീണ്ടും കാണാം.